നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. തൃക്കേട്ട നാളുകാർക്ക് 1202 ആണ്ട് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ്. 9-ൽ വ്യാഴമുണ്ട്. രാഹുവും ശനിയും അത്ര അനുകൂലമൊന്നുമല്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വരാം. വലിയ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അധികം വൈകാതെ കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ന്യായമായ ജോലി തന്നെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന സാധ്യത കാണുന്നുണ്ട്. പ്രധാന കാര്യം, വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ, പുരോഗതി, കാര്യവിജയം ഇതൊക്കെ വന്നേക്കാം. നിങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിലൂടെ കൂടുതൽ വരുമാനം നേടിയെടുക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യമാണ് പൊതുവെ. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ചില ഗുണാനുഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ പല ഗുണങ്ങളും ലഭിക്കും. ഉന്നതമായ പൊസിഷനുകളിൽ സ്ഥിതി ചെയ്യുന്നവരും എല്ലാ സാഹചര്യങ്ങളും ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് പഠിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുത്താൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെ ഗുണകരമാകാനുള്ള സാധ്യത ഈ സമയത്തിൽ കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി, അഭിവൃദ്ധി, നിങ്ങളുടെ കച്ചവടം കൂടുതൽ വികസിപ്പിക്കാൻ കഴിയും. ബിസിനസ് ശൃംഖല വിപുലീകരിക്കാൻ കഴിയും. അതുവഴി വരുമാനം വർദ്ധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ലാഭവർദ്ധനയുണ്ടാകും. തികച്ചും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരം കിട്ടും. ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത ബിസിനസ് മേഖലയിൽ പ്രവേശിക്കാനും അതിൽ പ്രവർത്തിച്ചു വിജയത്തിലേക്ക് എത്താനുമുള്ള ഒരു സാഹചര്യം കിട്ടിയേക്കും. ശ്രദ്ധയോടെ ഉപയോഗിക്കുക. കലാകായിക രംഗത്തുള്ളവർക്കും പല ഗുണങ്ങളും ഉണ്ടാകുന്നതാണ്. കാർഷിക രംഗത്തും നേട്ടങ്ങൾക്കിടയുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളിലും മറ്റും സാമൂഹിക പ്രവർത്തനം ഇതിലെല്ലാം ഇടപെടുന്നവർക്ക് ശ്രദ്ധയോടെ പരിശ്രമിച്ചാൽ കുറെ ഗുണം കിട്ടുമെന്നാണ്. നിങ്ങളുടെ തീരുമാനം വളരെ പ്രധാനമാണ്. അതിൻ്റെ ഒരു വശം എന്തെന്നാൽ, ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ എത്രത്തോളം ശ്രദ്ധിച്ച് നിരീക്ഷിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. അതിനു വേണ്ടത് ചെയ്യുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ജീവിതശൈലി രോഗങ്ങൾ കൂടാതെ സൂക്ഷിക്കണം. നാഡീ സംബന്ധമായ വേദനകൾക്ക് സാധ്യത ഉണ്ട്. അത് മറികടക്കാൻ വേണ്ട വ്യായാമങ്ങളൊക്കെ ചെയ്യുക. മനസ്സിന് ടെൻഷൻ കൂട്ടുന്ന യാതൊന്നും ചെയ്യരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. യോഗയും മെഡിറ്റേഷനും ഒക്കെ ശീലിക്കുന്നത് നന്നായിരിക്കും. കുടുംബക്കാവുകളും ക്ഷേത്രങ്ങളും ഒക്കെ പരിപാലിക്കുന്നവർ വേണ്ട ദൈവാധീനമൊക്കെ ചിന്തിച്ച് സമഗ്രമായ രാശിചിന്തയിലൂടെ ഉത്തമമായ പരിഹാരം കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ എല്ലാ വിജയവും ലഭിക്കും.